2016 ഇലക്ഷൻ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ 2021 BJPക്ക് വോട്ട് കുറയുകയാണ് ഉണ്ടായത്. ഇനി വരാൻ പോകുന്ന 2026 ഇലക്ഷനിൽ 10 മാസം ബാക്കിയുണ്ട്. എന്നാലും BJPയുടെ വോട്ടിന് എന്താണ് സംഭവിക്കുക ഇപ്പോഴത്തെ വിലയിരുത്തലിൽ? BJPയുടെ വോട്ട് ബേസിൽ കഴിഞ്ഞ ഷിബിലി പറഞ്ഞതുപോലെ തന്നെ 2016 അവർക്ക് 30 ലക്ഷത്തോളം വോട്ടുകൾ കിട്ടിയിരുന്നു. പക്ഷേ നമുക്കറിയാം, കൃത്യമായി പറഞ്ഞാൽ 30,20,000 വോട്ടുകൾ കിട്ടിയിരുന്നു. പക്ഷേ 2021 വന്നപ്പോൾ അത് 26,10,000 വോട്ടുകളായിട്ട് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു 4,10,000 വോട്ടുകളുടെ കുറവ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് വോട്ട് ഉയർത്താൻ കഴിയും എന്നുള്ളതാണ്. വോട്ട് ഉയർത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു 11 മണ്ഡലങ്ങളിൽ അവർ കഴിഞ്ഞ തവണ ഒന്നാമതെത്തിയിട്ടുണ്ട്, 9 മണ്ഡലങ്ങളിൽ അവർ രണ്ടാമതെത്തിയിട്ടുണ്ട്, പിന്നെ ഒരു 10ഓളം മണ്ഡലങ്ങളിൽ ഏതാണ്ട് ക്ലോസ് ആയിട്ട് സെക്കൻഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 30ഓളം മണ്ഡലങ്ങളിലെങ്കിലും ഒരു ത്രികോണ മത്സരം വരും. അതുവഴി തങ്ങൾക്ക് വോട്ട് ഉയർത്താൻ കഴിയും എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് വളരാൻ കഴിയുന്ന രീതിയിലുള്ള ആയുധങ്ങൾ ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ CPM ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം, ഷിബിലിക്ക് അറിയാലോ, ഇപ്പം നിലമ്പൂരിൽ കൃത്യമായ പ്രചരണം നടന്നത് മുഴുവൻ എന്തിനെ സംബന്ധിച്ചാണ്? അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പാർട്ടിയും അവരുടെ വെൽഫെയർ എന്ന് പറയുന്ന ഒരു പാർട്ടിയും UDFന് പിന്തുണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ എന്ത് ചെയ്തത് ഉണ്ടായിരുന്നു. അപ്പോൾ UDFന് അത്തരത്തിൽ അവർ പിന്തുണ കൊടുക്കണമെങ്കിൽ അവർ പുറമെ അത് പറയണം. അതായത് ഞങ്ങളെ പബ്ലിക്കായി തന്നെ എൻഡോസ് ചെയ്യണം, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നും, കൂടാതെ അവർ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ് കൃത്യമായിട്ട് എന്ത് ചെയ്തത് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഉള്ള BJPക്ക് വളരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമത് നമുക്കറിയാലോ, ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നമായി കിടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ ഭാരതാംബയും ഗവർണറുമായിട്ടുള്ള ഒരു പോരാണ്. ഈ ഭാരതാംബയും കേരളത്തിലെ ഗവർണറുമായിട്ടുള്ള പോരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇത് BJPയെ തീർച്ചയായും സഹായിക്കുന്ന ഒരു ഘടകമാണ്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഞാനിപ്പോൾ ഇതല്ലാതെ തന്നെ ഇപ്പം എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇവ ജാനകി യുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അസംബന്ധ നാടകങ്ങളാണ്. പക്ഷെ ഇത്തരം വിവാദങ്ങളൊക്കെ വേണമെന്ന് CPM ആഗ്രഹിക്കും. കാരണം എന്താ? ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രക്ഷോഭങ്ങൾ ഉയരരുത് എന്ന് പലപ്പോഴും വിചാരിക്കും. പണ്ടത്തെ ഫാസിസ്റ്റ് ഭരണാധികാരികളൊക്കെ കറുപ്പും കഞ്ചാവും ഒക്കെ അടക്കം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യുവത്വമുള്ള ആളുകൾ, യുവജനതയൊക്കെ തന്നെ രോഷാകുലരാകുകയോ അവർ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ ചെയ്യുന്നു എന്നുണ്ട്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള പ്രചരണങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നടക്കുന്നതിൻ്റെ ആശയപരമായൊരു ഗുണം ലോങ് ടേമിലേക്ക് തീർച്ചയായിട്ടും അത് BJPക്ക് ഉണ്ടാകും. BJPയുടെ ഒരു ബേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പോൾ ഷിബിലി എടുത്തു നോക്കിയാൽ മറ്റൊരു കാര്യം കൂടി കാണാം. ഇപ്പം നിമിഷപ്രിയ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിമിഷപ്രിയ യഥാർത്ഥത്തിൽ നേരത്തെയുള്ള പ്രചരണം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ആയിട്ടുള്ള അബ്ദുൾ റഹീം എന്ന് പറയുന്ന സൗദിയിലുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ കോടിക്കണക്കിന് രൂപ വരിച്ചു. പക്ഷേ ഇത് നിമിഷപ്രിയ, അതായത് മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, അവർ ഹിന്ദുവോ ക്രിസ്ത്യനോ എന്തോ ആകട്ടെ, പക്ഷെ മുസ്ലിം അല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യാത്തത്, അവരെ ആരും ശ്രദ്ധിക്കാത്തത് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. ഇപ്പം അതേ ആളുകൾ അങ്ങനെ പ്രചരിപ്പിച്ച് ഈ പറയുന്ന നിമിഷപ്രിയയെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ ആളുകൾ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പൊ നേരെ തിരിഞ്ഞു. കാരണം നിമിഷപ്രിയ രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പകരം എന്ത് ചെയ്യണ്ട, അതിന്റെ ക്രെഡിറ്റ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് കിട്ടണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അതിൽ കുറേ ഭാഗം ആളുകളെങ്കിലും തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏത് തരം വിഷയത്തെയും വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന കാര്യമായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. പക്ഷേ ഷിബിലി അറിയേണ്ടത് ഇതിൻ്റെ ഒരു ഷോർട്ട് ടേം ബെനിഫിറ്റ് ആർക്കാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര പറഞ്ഞത്. ഇതിൻ്റെ ഷോർട്ട് ടേം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഇടതുപക്ഷത്തിനായിരിക്കാം. കാരണം 2016 നിന്ന് 2021 വന്നപ്പോൾ 4,10,000 വോട്ടുകൾ കുറഞ്ഞു. ആ 4,10,000 വോട്ടുകൾ വളരെ കൃത്യമായി എല്ലാ മണ്ഡലങ്ങളിലും ഇത്രയും വോട്ടുകൾ വീതം CPMന് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ കാലത്തും തന്നെ അത് കൃത്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മറ്റു ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബിലി, ഒരു ഹിന്ദു അനുഭാവമുള്ള ആളുകൾ അല്ലെങ്കിൽ BJPയുടെ അനുഭാവങ്ങളായിട്ടുള്ള ആളുകൾ പോലും വോട്ടുകൾ മാറ്റി ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ SDPIക്കാരുടെയും ഒക്കെ പിന്തുണ UDF മേടിക്കുമ്പോൾ
അത് സ്വാഭാവികമായിട്ടും ഈ BJP മനസ്സുള്ള അല്ലെങ്കിൽ ഒരു BJPക്കാരുടെ അനുഭാവമുള്ള ആളുകളുടെ വോട്ടുകൾ പോലും അടുത്ത തവണയും CPM-ന് കിട്ടിയാൽ അത്ഭുതപ്പെടാൻ ഇല്ല. കാരണം അത്തരത്തിൽ CPM-നും LDF-നും ഒക്കെ കിട്ടാം. കാരണം എന്താ, ഇവരെ പോലെയുള്ള ആളുകൾ ഈ പറയുന്ന പോലെ കൈവിട്ട് കാൽവിട്ട് ടീംസും അതുപോലെ തന്നെ മതരാഷ്ട്രവാദക്കാരും ഒന്നും ചേർന്നുകൊണ്ട് UDF ഭരണത്തിലേറണ്ട എന്നൊരു ജനത വിചാരിച്ചാൽ അത് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കും. പിന്നെ അത് വിചാരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളോ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ള ആളുകൾ മാത്രമല്ല, പകരം ആരാണത് ഉണ്ടാക്കാൻ പോകുന്നത്? അതുണ്ടാക്കാൻ പോകുന്നത്, അത് സൃഷ്ടിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മുസ്ലിം മതവിഭാഗത്തിനകത്ത് പോലും. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ഒരു ഐഡിയോളജി എന്താണെന്ന് ഷിബിലിക്ക് അറിയും. അത് മുസ്ലിം മതവിഭാഗത്തിലെ നിരവധി ആളുകൾ അവർ തന്നെ വിശ്വാസികളല്ല എന്നുള്ളതാണ്. കാരണം അവരാരും തന്നെ ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഓക്കെ, ഈ പറയുന്ന സെയ്ദ് കുത്തുബിന്റെയും അതുപോലെ തന്നെ കുത്തുബിന്റെയും ഈ പറയുന്ന മൗലാന മൗദൂദിയുടെയും ഒക്കെ ഒരു പോളിസി അനുസരിച്ച് വലിയൊരു വിഭാഗം മുസ്ലിംസിനെ തന്നെ വിശ്വാസികളുടെ പുറത്തേക്ക് നിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ വായിക്കുന്ന അറിവുള്ള ആളുകളടക്കം ഇതിനെതിരെ ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടത് ഇല്ല. അത് യഥാർത്ഥത്തിൽ CPM-നെ വലിയ തോതിൽ ആഹ്ലാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരം വലിയ പ്രചാരണങ്ങൾ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും കാര്യത്തിന്റെ പുറത്ത് ഇപ്പൊ നിമിഷപ്രിയ തന്നെ ഒരു മനുഷ്യ ജീവനാണ്, അത് രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന തലാൽ എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ ഭർത്താവ് എന്ന് പറയപ്പെട്ട ആൾ, കൊല്ലപ്പെട്ട ആൾ, ആ കൊല്ലപ്പെട്ടയാളുടെ സഹോദരന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ പോലും പോയി ആളുകൾ വെല്ലുവിളിക്കുകയും കമന്റ് ഇടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് തന്നെ ഈ പറയുന്ന നിരവധി സഹോദരന്മാരുണ്ട് ഈ പറയുന്ന തലാലിന്. അപ്പൊ അതിൽ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം BBC അറബിക്കിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നത് എന്താണ്, കേരളത്തിലെയും ഇന്ത്യയിലെ വലിയ സോഷ്യൽ മീഡിയകളും ഒക്കെ തന്നെ ഒരു കൊലയാളിയെ ഇരയാക്കി കാണിക്കുന്ന ഒരു പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും ഇല്ലാന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഇത് ഷോർട്ട് ടൈമിലേക്ക് തീർച്ചയായിട്ടും LDF-നെയും ലോങ് ടൈമിലേക്കുള്ള വളർച്ചയിൽ BJP-യെയും സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇങ്ങനെ തന്നെയാണ് 5% ഉണ്ടായിരുന്ന വോട്ടിൽ നിന്ന് ഇപ്പൊ ഏതാണ്ട് 19% എത്തിയത്. ചില ആളുകളൊക്കെ 16% ബാക്കിയുള്ളത് NDA-യുടെ ആണെന്ന് കണക്കൂട്ടും. അല്ല, NDA-ക്ക് കിട്ടിയേക്കുന്ന വോട്ടുകളിൽ ഏതാണ്ട് 18-19% ആർക്ക് കിട്ടേണ്ട വോട്ട് തന്നെയാണ്, BJP-ക്ക് കിട്ടുന്ന വോട്ട് തന്നെയാണ്. ബാക്കി BDJS-നൊക്കെ വളരെ കുറച്ച് വോട്ട്, BDJS-ന് കുറച്ച് വോട്ടുണ്ട്. ബാക്കിയുള്ള ഘടകകക്ഷികൾക്കൊന്നും വലിയ വോട്ടില്ല. CK ജാനു അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ, ഇവർക്കൊന്നും വലിയ വോട്ടെന്തില്ല ഇല്ല. അപ്പം അതുകൊണ്ട് അത്തരം ആളുകൾക്കൊന്നും വോട്ടില്ല. പിന്നെ വോട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ NDA-യും BJP-യും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ ലോങ് ടൈമിലേക്ക് ഇത് BJP-ക്ക് ഗുണമാവുമെങ്കിലും ഷോർട്ട് ടൈമിലേക്ക് ഈ വോട്ടുകൾ അടുത്ത തവണയും കുറയുകയും, ഒരുപക്ഷെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭയിലേക്കൊക്കെ അവർ മേടിച്ച വോട്ടുകൾ അവർ ഒരു കാരണവശാലും നിലനിർത്തില്ല. അതിനേക്കാൾ വോട്ട് കുറയുകയും ആ വോട്ടുകൾ തീർച്ചയായിട്ടും LDF-ലേക്ക് പോവുകയും ചെയ്തോളാം. പിന്നെ കടുത്ത മത്സരം നിലനിൽക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ, അങ്ങനെ സ്ഥലങ്ങളിൽ പോലും ഇത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർ 9 സ്ഥലത്ത് വലിയ തോതിൽ നേട്ടമുണ്ടാക്കി 1ാം സ്ഥാനത്ത് വന്നു എന്ന് പറയുന്നത് 4-5 തൃശ്ശൂരിൽ നിന്ന് മാത്രമാണ്. അത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടാണ്. നമുക്കറിയാം അവിടെ BJP-ക്കാർ എന്നിട്ട് പോയി ജയിക്കാനൊന്നും പോടില്ല. പിന്നെ ഇവിടെ നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ B മുരളീധരൻ നിന്നപ്പോൾ ആറ്റിങ്ങൽ, അദ്ദേഹം ഒരുപാട് പണിയെടുത്തുകൊണ്ട് കിട്ടിയ വോട്ടാണത്. അതുപോലെ ശോഭ സുരേന്ദ്രൻ, അവരെവിടെ പോയാലും വലിയ തോതിലൊരു ക്രൗഡ് ഫ്ലോറാണ്, അവർക്ക് അവിടെ വോട്ട് ലഭിക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഒരു നിയമസഭ മണ്ഡലത്തിക്കുമ്പോൾ അവിടെ അവർ വലിയ നേട്ടം ഉണ്ടാക്കിയേക്കാം. പക്ഷേ അതുപോലെ ഇപ്പോൾ 7 നിയമസഭ, ആലപ്പുഴയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ടുകളൊക്കെ നിലനിർത്താൻ വലിയ തോതിൽ ബുദ്ധിമുട്ടും. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ BJP അനുഭാവികൾ കൂടി കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP-ക്കാരായിട്ടുള്ള ആളുകൾ പോലും LDF-ന് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും അടുത്ത തവണ ഉണ്ടാകാൻ സാധ്യത. ഇപ്പം സാർ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ട് LDF വിജയിക്കുമെന്നാണോ? അല്ല ഷിബിലി, LDF വിജയിക്കുമെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലത്തോളം തെരഞ്ഞെടുപ്പിനുണ്ട്, 10 മാസമെങ്കിലും തെരഞ്ഞെടുപ്പിനുണ്ട്. അപ്പോൾ ഇത്രയും നേരത്തെ ഒരു പ്രഡിക്ഷൻ ഒന്നും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും BJP വോട്ടുകൾ കുറയുകയും അത് LDF-ന് കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവെച്ച് നോക്കിയാൽ എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ LDF ജയിച്ചത് BJP-യുടെ വോട്ടുകൾ കൊണ്ടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, കഴിഞ്ഞ തവണ തന്നെ UDF-ഉം LDF-ഉം തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം ഏതാണ്ട് 12 ലക്ഷത്തോളം വരുന്ന വോട്ടായിരുന്നു. അപ്പോൾ അതിൽ 4 ലക്ഷം വോട്ടുകൾ ഇല്ലെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ എന്ത് ചെയ്യുമായിരുന്നു, LDF ജയിക്കുമായിരുന്നു. അല്ലെങ്കിൽ 8 ലക്ഷം വോട്ട് അപ്പോഴും കൂടുതൽ കിട്ടുക LDF-ന് തന്നെയാണ്. പക്ഷേ ചില സീറ്റുകൾ ചിലപ്പോൾ LDF-ന് നഷ്ടപ്പെടുമായിരുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു തോതിലുള്ള ഒരു വോട്ടിൻ്റെ ഇറോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ്
ഇതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഉള്ളത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.